തെറ്റൂന്ന് കേട്ട് കയറെടുക്കരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് കാളയൊന്നും അല്ല, പശു തന്നെയാ പറ്റത്. ഇല്ലെങ്കിൽ ഈ കുടുംബത്ത് വെച്ച് എന്നെ തല്ലാനുള്ള ധൈര്യം അയാൾക്കുണ്ടാവുമോ? അവനെ ഞാനങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. ഓട്ട കുഞ്ഞുംകുട്ടി, അയാള് കെട്ടും പാണ്ടും എടുത്തു പോയില്ലേ, ഇനി തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല. പേടിച്ചോടിയതാ തെണ്ടി. ഏത് ദുനിയാവിൽ പോയാലും അവനെ ഞാനങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. എന്റെ അച്ഛനാണ് സത്യം. അവന്റെ മോളെ, ഇവർക്ക് ചിലത് ചോദിക്കാന്ന് പറയാനുണ്ട് അത്ര. ആർക്കാണ് ചോദിക്കാനുള്ളത്? എന്താ വായിൽ നാക്കില്ലേ? പരമേട്ടൻ ചോദിക്കേ. പരമേട്ടനല്ലേ കാരണം വരും. ഞാനെന്ത് ചോദിക്കാനാ? നീ ചോദിക്കേ. ഞങ്ങളൊക്കെ മാനം മര്യാദയ്ക്ക് ജീവിക്കണവരാ. ഞങ്ങൾക്ക് സൗദാമിനി ശബ്ദിക്കരുത്. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല. എന്റെ ആങ്ങളമാരുണ്ട്, ശാന്തയുണ്ട്, അവർക്ക് ചോദിക്കാം. അവളെവിടെ? ശാന്ത, എടി ശാന്തേ. അവൾ അവിടെ നിന്നോട്ടെ, നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ സംസാരിക്കാൻ. ഞങ്ങൾ ചിലതൊക്കെ കേട്ടു, അത് സത്യമാണോന്ന് അറിയണം. കേട്ടത് എന്തായാലും സത്യമാണ്. ഇനി എന്താ അറിയേണ്ടത്? നാട്ടിൽ ഞങ്ങൾക്ക് തലവേർത്ത് നടക്കണം. എടോ നന്ദി കേട്ടോ നായേ, നിനക്ക് എന്ത് യോഗ്യത ഉണ്ടോ എന്നോട് സംസാരിക്കാൻ? നിനക്കൊക്കെ വേണ്ടിട്ട് ഒരാഴ്ച കളഞ്ഞ വിഡ്ഢിയാണ്ടടാ ഞാൻ. ആരുമില്ലാതെ ഒരു മരപ്പാവയെ പോലെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയെന്നറിയോ? കൈ നീട്ടാനും സ്വന്തം കാര്യം നേടാനും അല്ലാതെ നീയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഏട്ടത്തിന്ന് ശരിക്കൊന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടോ നീ? എന്നിട്ടിപ്പോ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്റെ നേരെ നിന്നും മിണ്ടിയ മുഖത്ത് ഞാൻ അടിക്കും. ശാരദേ, ആ പട്ടാളക്കാരനെയും നിന്നെ പറ്റി നാട്ടുകാർ എന്തൊക്കെയാ പറയണമെന്നറിയോ? ഏത് നാട്ടുകാര്? എനിക്ക് നാട്ടുകാർ നോക്കേണ്ട കാര്യമില്ല. ഏട്ടാ, ഞാൻ ഒരു പെണ്ണാണ്, അതാരും ഓർത്തിട്ടില്ല. എന്നെ വഞ്ചിച്ച് ഇവനെ സ്ഥലം വിറ്റതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്നത്. ഇപ്പോ ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. പരസ്പരം തുറന്നു പറഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷേ എന്നാ പിന്നെ അതങ്ങോട്ട് അവസാനിപ്പിച്ചോളാൻ പറയട്ടാ. കല്യാണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആലോചിച്ച് നടത്തും. നാളെയെങ്കിൽ നാളെ വരിക ശ്രീധരൻ കർത്താവ്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കഥ. എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചോളാം. അങ്ങനെ സ്വയം നിശ്ചയിച്ചാ പോരല്ലോ. ആരുടെയും ചെലവിലല്ല ഞാൻ ജീവിക്കണേ. ചോദിക്കാനും പറയാനും ആർക്കും ഒരു അവകാശം അധികാരവും ഇല്ല. ആരും ഇങ്ങോട്ട് വരുവും വേണ്ട. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. അഹങ്കാരം കണ്ടില്ലേ? ഏട്ടന്റെ കൈക്ക് എല്ലില്ലാത്തതുകൊണ്ടാ. അല്ലെ എങ്ങനെ കിടന്ന് തുള്ളുവോ? ഇഷ്ടത്തിന് ജീവിക്കത്രേ. അപ്പൊ ആർക്കും പായ വരിച്ചു കൊടുക്കുമായിരിക്കും. എന്താടാ ഈ പറയണേ? പിന്നല്ലാണ്ട് പൂജയും പ്രാർത്ഥനയും വ്രതവും ഒക്കെ കണ്ടപ്പോ ആരറിഞ്ഞു മനസ്സിൽ ഇതൊക്കെയാണെന്ന്? എന്താ, പൂജിക്കുന്നവർക്ക് മനസ്സ് എന്നൊരു സാധനം ഇല്ലേ? ഈ തന്റെ ഒറ്റ ഒരുത്തരാ ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ആരായണ സംസാരമൊക്കെ ഇനി പഠിക്ക് പുറത്ത്. വാതിലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ ഇവരുടെ കൂടെ പോണോ അത് അകത്തേക്ക് വരണം? ശാന്ത എവിടെ? ഇനി നിനക്കെന്താ ചോദിക്കാനുള്ളത്? എനിക്കൊന്നും ചോദിക്കാനില്ല ഏടത്തി. ഞങ്ങളിപ്പോ പോവും. സുരേഷിന് ലീവില്ല. കുഞ്ഞേട്ടൻ വന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ സന്തോഷിക്കായിരുന്നു. അത് പറയാനാ ശരിക്കും ഞാൻ വന്നത്. ഇപ്പോഴെങ്കിലും എന്റെ ഏടത്തിയുടെ മനസ്സൊന്ന് അലിഞ്ഞൂല്ലോ. അയാള് ഭയങ്കരം തന്നെ. അല്ലെങ്കിൽ എങ്ങനെയാ പറ്റുക ഈ കല്ലിനെ ഒന്ന് അലിയിക്കാൻ? ഏടത്തി ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല മോളെ. മരിക്കണ വരെ ജീവിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏടത്തിക്കും ജീവിക്കണം. വെറുതെ ജീവിച്ചാ പോരാ. ഒരുപാടൊക്കെ ഇപ്പൊ ആശിക്കാൻ പഠിച്ചിരിക്കണോ?
നടക്കുമെന്നറിയില്ല. ആ മനുഷ്യൻ എന്നെ അറിയുന്നുണ്ടോ ആവോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ പറയണേ? സ്നേഹം ആരോടും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ല. അത് അനുഭവിക്കുമ്പോ താനെ അങ്ങോട്ട് അറിയാം. എന്നെ വെറുപ്പില്ല എന്നറിയാം, അല്ല ഇഷ്ടാന്നറിയാം. പക്ഷേ അതേത് തരത്തിലാണ്, എങ്ങനെയാണ് എനിക്കറിയില്ല. ഇഷ്ടാണല്ലോ. ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത് വേറെ ഒന്നുമല്ല. ഇനി ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് കല്യാണം കഴിച്ചു എന്നറിഞ്ഞിട്ടായിരിക്കും. ആരെതിർത്താലും ഇത് നടക്കണോ എടുത്തേ? ഈ കഴുത്തിൽ ഒരു താലിമാലയിട്ട് കാണാൻ ശാന്തിക്ക് എന്ത് കൊതിയാണെന്നറിയോ എടുത്തേക്ക്? ആ, ഞാൻ റെഡി. ശാന്തയ്ക്ക് ഇവിടെ കേറിയാ പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ഇന്നിനി വീട്ടിലെത്തുമ്പോ രാത്രിയാവും. രാവും പകലും ഒക്കെ മായല്ലേ സുരേന്ദ്ര? അതൊന്നുമല്ലോ. അമ്മാമയും പോവാണോ? അതെ മോളെ, വന്നിട്ട് നാള് കുറെ ആയില്ലേ. നിന്റെ അടുത്ത് വന്നാൽ മാത്രമേ അമ്മാ നിങ്ങൾ നിൽക്കാറുള്ളൂ. 3-4 ദിവസമായി പോണം വിചാരിക്കണം. മൂകാംബിന് അമ്മ വിളിക്കും, വേലയിത പോയിട്ട് നീ എന്താ വരാത്തതെന്ന്. കാണാൻ സമയമായി. അമ്മേ മഹാമായേ. അമ്മാമയ്ക്ക് എന്നോട് വെറുപ്പുണ്ടോ? വെറുപ്പ് നല്ല കാര്യായി. ഇത്തവണ അമ്മാമ്മ പോണത് സന്തോഷത്തോടെയാ. നിന്റെ ആശ അമ്മ നിറവേറ്റി തരും. അടുത്ത തവണ അമ്മാമ്മ വരുമ്പോ ഈ മുറ്റത്തൊക്കെ ഓടിക്കളിക്കാൻ ഉണ്ണികൾ ഉണ്ടാവണം. ഒക്കെ നടക്കും. ദീർഘസുമംഗലീ ഭവ.